പ്രിയ കൂട്ടുകാരെ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഓറ. പക്ഷേ ശരിക്കും എന്താണ് ഈ ഓറ? ഇത് വെറും കഥകളിലോ സിനിമകളിലോ പറയുന്ന ഒന്നാണോ? അതോ നമുക്ക് എല്ലാവർക്കും ചുറ്റുമുണ്ടാകുന്ന അത്ഭുതകരമായ സത്യമോ? നമുക്ക് നോക്കാം. ഓറ എന്നത് എന്താണ്? സിമ്പിളായി പറഞ്ഞാൽ ഓറ എന്നത് നമ്മുടെ ശരീരത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന ഒരു ഫീൽഡ് എനർജിയാണ്. നമുക്ക് കാണാൻ പറ്റില്ല, പിടിക്കാൻ പറ്റില്ല, പക്ഷേ അനുഭവിക്കാൻ പറ്റും. ഒരാൾ നമ്മളോട് അടുത്ത് വന്നാൽ അവനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമാകാം, അല്ലെങ്കിൽ എന്തോ അസ്വസ്ഥ തോന്നാം. അതാണ് ആ വ്യക്തിയുടെ ഓറയുടെ സ്വാധീനം. ഓറ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ചിലർ പറയുന്നത് പോലെ ഓറ ഒരു പ്രകാശ വലയമാണ്. ചിലപ്പോൾ ഇത് വിവിധ നിറങ്ങളിൽ കാണപ്പെടും. ഓരോ നിറവും ഓരോ മനോഭാവത്തെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം, പച്ചയാണെങ്കിൽ ശാന്തത, ചികിത്സാ മനോഭാവം എന്നിവയുണ്ടാകും. ചുവപ്പാണെങ്കിൽ ആവേശവും ശക്തിയുമാണ് ഉണ്ടാവുക. നീലയാണെങ്കിലോ സമാധാനവും ആത്മവിശ്വാസവുമാണ് ഉണ്ടാവുക. മഞ്ഞയാണെങ്കിൽ സന്തോഷം, പോസിറ്റീവ് എനർജി. ഇവ കാണാൻ എല്ലാവർക്കും പറ്റില്ല, പക്ഷേ അനുഭവിക്കാൻ എല്ലാവർക്കും പറ്റും. ഓറയും നമ്മുടെ മനസ്സും. ഓറ എന്നത് വെറും മായാജാലമല്ല. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, ആരോഗ്യാവസ്ഥ ഇവയെല്ലാം ചേർന്നാണ് നമ്മുടെ ഓറ ഉണ്ടാകുന്നത്. നീ സന്തോഷവാനാണെങ്കിൽ നിൻ്റെ ഓറ പോസിറ്റീവായിരിക്കും. നീ ദുഃഖത്തിലാണെങ്കിൽ അത് നെഗറ്റീവായി മാറും. എന്തുകൊണ്ടാണ് ചിലർ അടുത്ത് വന്നാൽ നമുക്ക് ശാന്തി കിട്ടുന്നത്? ചിലരെ കണ്ടാൽ നമുക്ക് തന്നെ ടെൻഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഓറയുടെ ശക്തി. ഒരു കാര്യം ഓർക്കണം, ഓറ ഒരു ശക്തിയാണ്. നമ്മൾ ഒന്നും സംസാരിക്കാതെ തന്നെ, നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ഓറ മറ്റുള്ളവരെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് ചിലർ കൂട്ടത്തിൽ സ്റ്റാൻഡ് ഔട്ട് ആകുന്നത്, എല്ലാവരും ഇഷ്ടപ്പെടുന്നത്, പ്രസൻറ്റൻസ് ഉണ്ടെന്ന് തോന്നിക്കുന്നത്. അതുകൊണ്ടാണ്. ഓറ എങ്ങനെ ശുദ്ധമാക്കാം? എൻ്റെ ഓറ നല്ലതാക്കാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ചില നാടൻ ടിപ്പുകൾ. നല്ല ചിന്തകൾ വളർത്തുക, ദിവസവും ധ്യാനം ചെയ്യുക, പ്രകൃതിയോടൊപ്പം ചിലവഴിക്കുക, നെഗറ്റീവ് ആളുകളിൽ നിന്ന് ദൂരെ ഇരിക്കുക, ശരീരവും മനസ്സും ആരോഗ്യത്തോടെ സൂക്ഷിക്കുക. ഇത് ചെയ്താൽ നിൻ്റെ ഓറ സ്വയം പ്രകാശിക്കും. സയൻസ് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു സത്യം പറയാം. സയൻസിൻ്റെ കാഴ്ചപ്പാടിൽ ഓറ ആകുന്നത് വ്യക്തമായ തെളിവുള്ളൊരു കാര്യമായി ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ മനുഷ്യൻ്റെ ബോഡി എനർജി, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, വൈബ്സ് ഇവയെ എല്ലാം തന്നെ സയൻസ് അംഗീകരിച്ച കാര്യങ്ങളാണ്. അതായത് ഓറ എന്ന് നമ്മൾ പറയുന്നതിന് ഒരു ലളിതമായി വിവരണം നൽകാം. ഒടുവിൽ ഒരു കാര്യമാണ് പ്രധാനപ്പെട്ടത്. ഓറ ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ പെരുമാറ്റവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നിൻ്റെ ഉള്ളിൽ നന്മ ഉണ്ടെങ്കിൽ നിൻ്റെ ഓറ സ്വയം നല്ലതാകും. നമ്മൾ ഇന്ന് കാണുന്ന പല ശക്തികളും ലോകത്തുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഓറയും. നിങ്ങൾ പോസിറ്റീവായാൽ നിങ്ങളുടെ ഓറയും പോസിറ്റീവായിരിക്കും. അതിനാൽ നല്ലത് ചിന്തിക്കൂ, നല്ലത് ചെയ്യൂ, നിങ്ങളുടെ ഓറയെ പ്രകാശിപ്പിക്കൂ. ഇതാണ് നമ്മൾ ഓറയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.